ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഫുഡി ടോക്കിൽ സംസാരിക്കാൻ പോകുന്നത് ബേസിൽ സീഡ്സ്, അതായത് കശകശ. ഞാൻ ചിയ സീഡിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേർക്ക് സംശയം, കശകശയും ചിയ സീഡ്സും സെയിം അല്ലേ, ഒരേപോലെയാണല്ലോ കാണാനിരിക്കുന്നത്, ഇത് തന്നെയല്ലേ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചിയ സീഡും ബേസിൽ സീഡ്സിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അതുമാതിരി ബേസിൽ സീഡ്സ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഫുഡി ടോക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റൈറ്റ്, ഓക്കെ. ഇതാണ് ബേസിൽ സീഡ്സ് എന്ന് പറയുന്നത്. അതായത് ഫലൂഡ സീഡ്സ് എന്ന് പറയും, സബ്ജ സീഡ്സ് എന്ന് പറയും, മലയാളത്തിലെ കശകശ എന്ന് പറയും. ഓക്കെ, ഇത് നമ്മുടെ സാധാരണ തുളസിയുടെ സീഡല്ല കേട്ടോ. ഇത് തുളസിയുടെ ഭാഗത്തിൽ തന്നെ പെട്ട വേറൊരു സ്വീറ്റ് ബേസിൽ പറഞ്ഞൊരു ചെടിയുണ്ട്. ആ ചെടിയിൽ ഉണ്ടാവുന്ന സീഡ്സ് ആണ്. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവുന്നതാണ്. ഇന്ത്യൻ മെഡിറ്ററേനിയൻ റീജിയനിൽ ഉണ്ടാവുന്നതാണ് ഈ ബേസിൽ സീഡ്സ്, അല്ലെങ്കിൽ സ്വീറ്റ് ബേസിൽ എന്ന് പറയുന്ന ഈ ചെടി. അതിൻ്റെ കുരുവാണ് ഈ ബേസിൽ സീഡ്സ്. നമ്മൾ കശകശ എന്ന് പറയും. ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഒസീമം ബസാലിക്കം എന്നാണ് പറയുന്നത്. ഇത് പെട്ടെന്ന് സോക്കാവും. പെട്ടെന്ന് വെള്ളത്തിൽ ഇട്ടുടനെ 2 സെക്കൻഡിൽ തന്നെ ഇത് കുതിരാൻ തുടങ്ങും. കാണുന്നുണ്ടോ? എൻ്റെ ടെക്സ്ചറും സൈസും എല്ലാം കാണുന്നുണ്ടോ? ചിയ സീഡിന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ചിയ സീഡ് കുറച്ചുകൂടെ ടൈനിയാണ്. ഇനി ഇതിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് അയേൺ ആണ്. ഏറ്റവും കൂടുതൽ ഉള്ളത്. അതല്ലാതെ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ്, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ്, ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ്, കാലോറി വളരെ കുറവാണ്. അതുമാതിരി നമുക്ക് സീഡാണ്, അപ്പോൾ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ക്യാരറ്റിൽ കാണുന്ന ബീറ്റാ കരോട്ടിൻ ഉണ്ട്. അതല്ലാതെ വിറ്റാമിൻ എ, കെ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ് എല്ലാം ഉണ്ട്. ഇനി നമ്മൾ ബോഡിയിൽ ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കിയാൽ, ഇത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും, വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും, കൊളസ്ട്രോൾ കമ്മിയാക്കാൻ ഹെൽപ്പ് ചെയ്യും, ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, കോൺസ്റ്റിപ്പേഷന്, എന്തെങ്കിലും ബ്ലാഡർ ഇൻഫെക്ഷനോ വജൈനൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു സ്ട്രെസ് റിലീവറാണ്. മുറിവുകൾക്ക്, ചുമ, ജലദോഷം അതിനെല്ലാം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്, ചൂടുകാലത്തല്ലേ നമ്മൾ മെയിൻലി ഈ ബേസിൽ സീഡ്സ് ഇട്ടിട്ട് കുതിർത്ത് വെച്ച നാരങ്ങ വെള്ളം അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത്. നമ്മുടെ ബോഡി ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ബോഡി തണുപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ചിയ സീഡ്, ഇതാണ് ചിയ സീഡ്സ്. കണ്ടോ, നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്താണ് ചിയ സീഡിനെ പറ്റിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് വ്യത്യാസം എന്നുള്ളത്. വൈറ്റിഷ് ബ്ലാക്കിഷ് കളറിലാണ് ചിയ സീഡ് ഇരിക്കുന്നത്, മിക്സ്ഡ് ആണ്. അതേസമയം ബേസിൽ സീഡ്സ് നോക്കൂ, ശരിക്കും ഡാർക്കാണ്, ശരിക്കും ബ്ലാക്ക് കളർ, കറുത്ത കളറിലാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ വലുതാണ്. ഏകദേശം കാണുമ്പോൾ രണ്ടും ഒരേപോലെ ഉണ്ടെങ്കിലും സൈസും ഷേപ്പും ഒക്കെ ഒരേപോലെ ഉണ്ടെങ്കിലും ശരിക്കും ഡിഫറെൻ്റ് ആണ്. നോക്കുള്ളൂ, ചിയ സീഡ് കുറച്ചുകൂടെ ചെറുതാണ്. അതുമാതിരി ഇത് ചിയ സീഡ് നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. പക്ഷേ ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ കശകശ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റില്ല. വെള്ളത്തിൽ കുതിർത്ത് ഇട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് കഴിക്കണം. പിന്നെ ചിയ സീഡ് നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ആയ സാധനമാണ്. അതേസമയം നമ്മുടെ കശകശ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. രണ്ടും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ കശകശ പെട്ടെന്ന് വെള്ളത്തിൽ കുതിർന്ന് വരും. ചിയ സീഡിന് കുറച്ച് സമയം എടുക്കും വെള്ളത്തിൽ കുതിരാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ടിൻ്റെയും വ്യത്യാസം. കാണുന്നുണ്ടോ? ചിയ സീഡ് കണ്ടോ, വളരെ ചെറുതാണ്. അതേസമയം മറ്റേത് നോക്കൂ, കുറച്ചുകൂടെ വലുതാണ്. ചിയ സീഡിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുതാണ്, കുറച്ചുകൂടെ ഡാർക്കാണ്, കുറച്ചുകൂടെ റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. ചിയ സീഡ് കുറച്ച് ഓവൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ച് കാണിച്ചു തരാം. ഞാനൊരു 1/4 ടീസ്പൂൺ നമ്മുടെ കശകശ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ ചിയ സീഡ് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ചിയ സീഡിൻ്റെ വീഡിയോയിൽ, അതേമാതിരി തന്നെ ഇതേ അളവിൽ തന്നെ എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ബേസിൽ സീഡ്സ്, അതായത് കശകശ പെട്ടെന്ന് കുതിർന്ന് വരും. ചിയ സീഡിന് ഒരുപാട് സമയം എടുക്കും, 10-20 മിനിറ്റ് എടുക്കും. കണ്ടോ, ഓൾറെഡി കുതിർന്ന് വന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ?
ശരിക്കും കുറച്ചുകൂടെ ഡാർക്ക് ബ്ലാക്ക് കളറിലല്ലേ ഇരിക്കുന്നത് ബേസിൽ സീഡ്സ്. ഓൾറെഡി ഇപ്പോൾ ഇട്ടിട്ട് 2 സെക്കൻഡിലായിട്ടുള്ളൂ അപ്പോഴേക്കും കുതിരാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പുറത്ത് ആ ജെല്ല് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കി അറിയുന്നുണ്ടാവും. ഇത് നമുക്ക് ആ പുറത്തുള്ള ചിയ സീഡിൻ്റെ ജെല്ലി നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ബേസിൽ സീഡ്സിൻ്റെ ജെല്ല് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാ ബേസിൽ സീഡ്സ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ അതിൻ്റെ ജെല്ല്? നമുക്ക് പുറത്തുള്ളത് ജെല്ല് കാണാൻ പറ്റും. ഇനി ഞാൻ ചിയ സീഡിൻ്റെ കൂടെ കാണിച്ചു തരാം. അത് നമുക്ക് കാണാൻ പറ്റില്ല. കണ്ടോ, നന്നായി കുതിർന്ന് റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നാരങ്ങ വെള്ളത്തിലും ഫലൂഡയിലും ഒക്കെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ചിയ സീഡ് കാണിച്ചു തരാം കേട്ടോ. ചിയ സീഡ് കാണുന്നുണ്ടോ? കുറച്ചുകൂടെ ചെറുതാണ്. അത് നമുക്ക് ആ ജെല്ലി ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. ചെറുതായിട്ടൊരു നട്ടി ഫ്ലേവർ വരും. ചിലവർക്ക് അതിന് ഓയിൽ ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സ്വീറ്റ് ബേസിൽ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ആ ബേസിൽ ലീവ്സ്, നമ്മൾ ആ തുളസി കഴിക്കുന്ന ചെറിയൊരു ടേസ്റ്റ് നമുക്ക് വരും. രണ്ടിൻ്റെയും വ്യത്യാസം അറിയുന്നുണ്ടോ? മനസ്സിലാണ്ടാവുമെന്ന് വിചാരിക്കണം. കുറച്ചുകൂടെ ടൈനിയാണ്, ഇത് കണ്ട് തന്നെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ചിയ സീഡും ബേസിൽ സീഡ്സും കശകശയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അതിന്റെ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ പ്രഗ്നന്റ് ആയവര്, പ്രഗ്നന്റ് ആവാൻ നോക്കുന്നവര് ഒന്നും ഈ ബേസിൽ സീഡ്സ് കഴിക്കരുത്. കാരണം അബോർഷന് സാധ്യതയുണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പറഞ്ഞില്ലേ ഇത് ജെല്ലി മാതിരിയുള്ള ഒരു സാധനമാണ്, പെട്ടെന്ന് സോക്കാവും. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വയസ്സായവര് ഇറക്കാൻ പറ്റാത്തവര് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് സൂക്ഷിക്കണം. കാരണം ചോക്കാവാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് മാത്രം ശ്രദ്ധിച്ചാൽ അതേ ഉള്ളൂ ഇതിനുള്ള പോരായ്മ. അല്ല, നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചൂടുകാലത്ത് എല്ലാവരും നാരങ്ങ വെള്ളത്തിലിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. ഒരിക്കലും ചിയ സീഡും ബേസിൽ സീഡ്സും സെയിം അല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാണാൻ തന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും അത് നല്ല ഡിഫറൻസ് തന്നെയാണ്. എല്ലാവർക്കും ചിയ സീഡും ബേസിൽ സീഡ്സും അതിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ബേസിൽ സീഡ്സിൻ്റെ ഗുണങ്ങളും അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട്, പുതിയ ഫുഡി ടോക്കോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.